മലപ്പുറം ജില്ലാ വിഭജനത്തിനൊപ്പം മലപ്പുറം ജില്ലയിലും വിഭജിക്കണമെന്ന് PK നവാസ് MLA. ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭിക്കാനും ഭരണ സൗകര്യം വർദ്ധിപ്പിക്കാനും പുതിയ ജില്ല ഗുണകരമാകും. കണക്കുകൾ പരിശോധിച്ചാൽ മൂവാറ്റുപുഴയേക്കാൾ അനിവാര്യം മലപ്പുറത്ത് പുതിയ ജില്ലയാണെന്നും PK നവാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജംഷീർ കൊടിഞ്ഞുതരും വാർത്തയുടെ വിശദാംശങ്ങൾ. ജംഷീർ, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം? ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ആവശ്യവുമായി നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ രംഗത്ത് വരികയും പിന്നീട് അത് വർഗീയപരമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തതാണ്. പിന്നീട് STP ഉൾപ്പെടെയുള്ള പല സംഘടനകളും ഈ ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മുസ്ലിം സംസ്ഥാന സെക്രട്ടറി PB സലാം ഉൾപ്പെടെയുള്ളവർ ഈ ജനസംഖ്യാനുപാതികമായി ജില്ലകൾ വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ സ്പെസിഫിക് ആയി മലപ്പുറം ജില്ല പുനർവിഭജിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് താനൂരിലെ MLA കൂടിയായിട്ടുള്ള PK നവാസ്. മൂവാറ്റുപുഴ ജില്ല കേരളത്തിൽ അനിവാര്യമാണ്, എന്നാൽ അതിനേക്കാൾ അനിവാര്യത മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 32 ലക്ഷം ജനസംഖ്യ, 3608 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം, 1702 ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രതയുള്ള എറണാകുളത്ത് ഒരു പുതിയ ജില്ല യാഥാർത്ഥ്യമാക്കാം എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതിനേക്കാൾ ഏറെ പ്രസക്തിയുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു പുതിയ ജില്ല രൂപീകരിക്കുക എന്നുള്ളത്. കാരണം 49.13 ലക്ഷം ജനസംഖ്യ, 3550 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം, 1157 ചതുരശ്ര കിലോമീറ്റർ ജനസാന്ദ്രതയുള്ള മലപ്പുറത്ത് ഒരു പുതിയ ജില്ല വേണം എന്നുള്ള ആവശ്യം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏറെ പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആദ്യം ഏത് ജില്ല വേണം എന്ന് സംബന്ധിച്ച കാര്യം അത് കണക്കുകൾ ഭരണപരമായ ആവശ്യകതയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വരട്ടെ. പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിക്കണം എന്നത് മറ്റു ജില്ലകളേക്കാൾ അനിവാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ VD സതീശൻ തന്നെ അതിന് ഓൺ ചെയ്യുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ 10 വർഷം അനീതി കാണിച്ച സർക്കാരിന് അന്ത്യം കുറിച്ച് VDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ പുതിയ ഒരു ജില്ലകൾ അല്ലെങ്കിൽ പിറക്കുക എന്നത് സംബന്ധിച്ച് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി അത് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷ എന്നൊക്കെ എന്നുകൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നുണ്ട്. ഏതായാലും മറ്റു ജില്ലകൾ രൂപീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ അനിവാര്യമായി മലപ്പുറം വിഭജിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ PK നവാസ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് മുസ്ലിം ലീഗിന്റെ പല യോഗങ്ങളിലും ഈ ആവശ്യം വളരെ പ്രസക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് കൃത്യമായി ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത്. ശരി. ജംഷീർ കൊടിഞ്ഞിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ജനസംഖ്യ കണക്ക് നോക്കുമ്പോൾ മൂവാറ്റുപുഴയേക്കാൾ ആവശ്യം മലപ്പുറം ജില്ലയുടെ വിഭജനമാണെന്നാണ് PK നവാസ് MLA യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്.